ഈ സ്ത്രീ ഹോർമോണുകൾ ശരീരത്തിൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന് ഒബീസിറ്റി ഓപ്പോസിറ്റ് ആയിട്ട്, അതിന് അൺഫേവറബിൾ ആയിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിൽ എങ്ങനെ ഇതിൻ്റെ അളവ് കുറയ്ക്കാമെന്നുള്ളത് നോക്കാം. പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ ഡയറ്റ് മോഡിഫിക്കേഷനും എക്സസൈസും തന്നെയാണ്. അപ്പോൾ ഡെയിലി ഉള്ള എക്സസൈസ് ഒരു 20 മിനിറ്റ് നേരം ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്യാൻ പറ്റുന്ന എക്സസൈസിൽ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഡയറ്റ് നമ്മൾ സാധാരണയിൽ നിന്നും പ്രോസസ്ഡ് മീറ്റ് കുറച്ചിട്ട് നാരുള്ള ഭക്ഷണം, ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ വറുത്തതും പൊരിച്ചതും ഒക്കെ കുറയ്ക്കണം. അതുപോലെ ബാക്കിയുള്ള ഈ BMI ബോഡി മാസ് ഇൻഡെക്സ് <25 kg/m² ആയിട്ട് പരിമിതപ്പെടുത്താനായിട്ട് നോക്കണം. പ്രത്യേകിച്ച് 40 വയസ്സിൽ താഴെയുള്ള നോഡ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഓവറി മാറ്റിയാണ് ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറയ്ക്കുന്നത്. ഓവറി മാറ്റുന്നത് അത് നല്ലതാണെന്നാണ് റിസർച്ചസ് തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഓവറി മാറ്റാനായിട്ട് അപ്പോൾ താല്പര്യമില്ലാത്തവരോ അത് മാറ്റാൻ ആ സമയത്ത് സൗകര്യം ഇല്ലാത്തവരോ ആയ ആൾക്കാർ അതിന് പകരമുള്ള ഇഞ്ചക്ഷൻസ് 3 മന്ത്ലിയോ ഉള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് ഈസ്ട്രോജനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എടുക്കുക. അതുപോലെ തന്നെ ബ്രാക്ക പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മൾ സാധാരണ ഹോർമോൺ കുറയ്ക്കാൻ മാത്രമാണല്ലോ. അപ്പോൾ അത് മാത്രം നമുക്ക് ബ്രാക്ക പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഓവറിയൻ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലായതുകൊണ്ട് ഓവറീസ് മാറ്റുന്നത് തന്നെയാണ്, 2 ഓവറീസ് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക് അവരിൽ ക്യാൻസർ പ്രിവെൻഷൻ ഉണ്ടാകുന്നതല്ല. വണ്ണം കൂടുതലുള്ളവരും ഡയബറ്റിക്കും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അത് വണ്ണം കുറയ്ക്കാനുള്ള പ്രത്യേകിച്ച് ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അതേപോലെ തന്നെ മെറ്റ്ഫോമിൻ എന്നുള്ള ടാബ്ലറ്റ് വണ്ണം കുറയ്ക്കാനായിട്ട് ഫലം കിട്ടുമെന്നുള്ളതാണ് തെളിയിച്ചിട്ടുള്ളത്.